നമ്മുടെ വിഷയം പോലീസിന്റെ മൂന്നാം മുറ തന്നെയാണ്. ഓക്കെ, ഈ മൂന്നാം മുറ നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ട്. പക്ഷെ എല്ലാ സ്റ്റേഷനിലോ എല്ലാ പോലീസുകാരോ ഇല്ല. ചില പോലീസ് സ്റ്റേഷനിൽ ചില പോലീസുകാർ മാത്രമാണ് ഈ വൃത്തികെട്ട ഒരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഒരു കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഈ പോലീസുമായിട്ട് 10-30 വർഷം മുമ്പ് ബന്ധമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു, നേരിട്ടല്ല പരോക്ഷമായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്, അതായത് എന്റെ ഒരു ബോസിന്റെ അച്ഛൻ ഈ ബോസിനോട് പറഞ്ഞത്, ഈ പോലീസുകാരെന്താ ഈ കാലിച്ചാക്ക് കൊണ്ടാണോ യൂണിഫോം തയ്ക്കുന്നതെന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും. ചില പോലീസുകാർ നമുക്ക് തോന്നും അവരുടെ പ്രവൃത്തികൾ കണ്ട ഇവർ കാലിച്ചാക്ക് കൊണ്ടാണോ യൂണിഫോം തയ്ക്കുന്നത്. ഈ പോലീസിന്റെ മേഖലയിലും മാത്രമല്ല, എല്ലാ മേഖലയിലും നമ്മുടെ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർ എല്ലാ മേഖലയിലുണ്ട്, ചെറുതും വലുതും. ഡോക്ടർ ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് മേഖലയിലുള്ളവരായാലും ചില ആളുകൾ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് യാതൊരുവിധ ധാർമ്മികതയില്ലാണ്ട് എന്താ പറയുക, വളരെ മോശമായിട്ട് സമൂഹത്തിനോട് പെരുമാറുന്നവർ എല്ലാ രംഗത്തുമുണ്ട്. പോലീസിൽ മാത്രമല്ല, ഈ പോലീസിലുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്നത് കാരണം നമുക്കൊരു അഭയകേന്ദ്രമാണ് ശരിക്കും പോലീസ്. പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരന് നമുക്ക് നീതി കിട്ടണം, നമുക്ക് മറ്റുള്ള പല രംഗത്തു നിന്നും നമുക്ക് നീതികേട് ലഭിക്കുമ്പോൾ നമ്മൾ സമീപിക്കേണ്ടതും ഈ പോലീസിനെയാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നമുക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ എന്താ പറയാ നമ്മുടെ സമൂഹത്തിന്റെ അധപ്പതനമാണ്. അപ്പൊ അത് ഒഴിവാക്കേണ്ടതാണ്. അതായത് ഭരണാധികാരികൾ ശ്രദ്ധാപൂർവം സൂക്ഷ്മപൂർവം ഈ പരിശോധിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതായ ഒരു രംഗമാണ് ഈ പോലീസിന്റെ ഈ കാര്യം. കാരണം നമ്മൾ ശമ്പളം കൊടുത്തിട്ട് തന്നെയാണ് ഈ പോലീസുകാർക്ക് അവരുടെ സേവനം ചെയ്യുന്നത്, വെറുതെ സേവനം ചെയ്യുന്നതല്ല. അപ്പൊ പോലീസുകാർ ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഈ ഒരു നിഷ്ഠ അവരിൽ സമൂഹത്തിൽ ബോധം ഉണ്ടാകുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങും അവർക്ക് കൊടുക്കണം. അതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ജോർജ് സാറിന് എനിക്ക് വളരെ ഇഷ്ടമുണ്ട്. ഒരു മിനിറ്റ് ജോർജ് സാറിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ ചാനലിലൂടെയും അല്ലാണ്ടൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ നീതിബോധം എനിക്ക് പലപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരാറുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാനും എന്റെ സന്തോഷം അറിയിക്കാനും കൂടി ഉപയോഗിക്കുന്നു. വളരെയധികം നന്ദി. മാളയിൽ നിന്നും ശ്രീ പ്രസന്നൻ, ജനൻ TV കാണുന്നതിനൊപ്പം ശ്രീ ജോർജ് ജോസഫിന്റെ ആരാധകൻ കൂടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഈ നീതി നടപ്പാക്കേണ്ട സേനയാണ് പോലീസ്. അപ്പോൾ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം അനീതി വന്നാൽ സാധാരണക്കാർ പിന്നെ എങ്ങോട്ട് പോകും? അവർ വളരെ പെട്ടെന്ന് ആശ്രയിക്കാൻ പറ്റുന്ന നീതി നടപ്പാക്കുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിലേക്ക് ചെല്ലുമ്പോൾ ജനമൈത്രി പോലീസ് എന്നൊക്കെ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ജനമൈത്രി പോലീസ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം ജനദ്രോഹ പോലീസായി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ സാധാരണക്കാർ പിന്നീട് എങ്ങോട്ട് പോകും? അവിടെ ചെന്നാൽ ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാർ പിന്നെ എന്ത് ചെയ്യും? ശ്രീ ജോർജ് ജോസഫ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ തിരുവനന്തപുരം 16 പോലീസ് സ്റ്റേഷൻ SA ആയിട്ട് ഇരുന്ന ആളാണ്. പിന്നെ സബ് ഇൻസ്പെക്ടറായിട്ട് മിക്കവാറും എല്ലാ 2-3 പോലീസ് സ്റ്റേഷനും സബ് ഇൻസ്പെക്ടർ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് സബ് ഇൻസ്പെക്ടറായിട്ടും CA ആയിട്ടും തലസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങേക്കെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ? ഇടിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, സ്വാഭാവികമായും കള്ളന്മാരെ അടിക്കാതെ സത്യം പറയില്ല. പക്ഷേ അങ്ങേക്കെതിരെ ഇത്തരത്തിൽ എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടോ? ഇല്ല, മർദ്ദിച്ചെന്ന് ഇതുവരെ പരാതി വന്നിരുന്നാൽ മർദ്ദിച്ചിട്ടുണ്ട് താനും. കാരണം അവർക്ക് മർദ്ദനം കഴിഞ്ഞാൽ പിന്നെ കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ടൊന്നും അല്ല പഠിക്കുന്നത്, അത്യാവശ്യമായിട്ട് ചില മർദ്ദനം ചില ഗുണ്ടകൾക്കൊക്കെ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് വളരെ സൗമ്യമായിട്ട് അവർക്ക് വക്കീലിനെ വെച്ച് കൊടുക്കും, ഉപദേശ രീതിയിലാണ് പോകുന്നത്. പോലീസ് വിചാരിച്ചാൽ നടക്കും. 99% പോലീസുകാർ നല്ലവരാണ്. കാരണം 1% അല്ല 2% കൊണ്ടാണ് പോലീസിന് ഈ ചീത്തപ്പേര് ലഭിക്കുന്നത് തന്നെ. അത് തന്നെയല്ല, പോലീസ് ഒരു പാഠം പഠിക്കുന്നില്ല. കാരണം അത് മേലുദ്യോഗസ്ഥന്മാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നത്. കാരണം അത് സൂപ്പർവൈസ് ചെയ്ത ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ 2 കള്ളന്മാരെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ആ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ അവരെ ഒന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ മനസ്സിന് ശരീരത്തിനുണ്ടാകുന്ന മാറ്റം മറ്റവർക്ക് പിന്നെ കാണുമ്പോൾ മനസ്സിലാവും. അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പിന്നെ അങ്ങനെ അടിക്കാനും പിടിക്കാനും ഒന്നും പോവില്ല. കുറ്റം തെളിയിക്കാനുള്ള ഒരു പ്രവണത വെച്ചിട്ട് ചെയ്യുന്ന കൃത്യങ്ങൾ ഈ രീതിയിൽ പോകും. കാരണം നമ്മൾ ആലോചിക്കണം, മനുഷ്യ ശരീരത്തിലാണ് നമ്മൾ ഈ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നത്.
ഒരു ആധുനിക രീതിയിലുള്ള ഒരു ഇൻട്രോവേഷൻ ടെക്നിക്കൊന്നും ഈ പോലീസുകാരെ ആരും പഠിപ്പിക്കുന്നില്ല, പഠിപ്പിക്കാൻ അറിയാവുന്നവരുമില്ല. എന്നാൽ ഇത് ഈ കേരളത്തിൽ നടക്കുന്ന പല പോലീസ് സ്റ്റേഷനിലെയും ഒക്കെ CCTV ദൃശ്യത്തിൽ കൂടി ഇതൊക്കെ വെളി വന്നിട്ട് ഈ പോലീസുകാർ അത് മനസ്സിലാക്കാത്ത എന്താണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ കുന്നംകുളത്തെ കണ്ടല്ലോ, ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനെ മർദ്ദിക്കുന്ന ദൃശ്യം CCTV കൂടെ വെളി വന്നു. എത്ര നാൾ പാടുപെട്ടിട്ടാണ് അത് കിട്ടിയത്. അതുപോലെ PG പോലീസ് സ്റ്റേഷനിൽ അവിടെ ഔസഫ് എന്ന് പറഞ്ഞ ഒരാൾ ഹോട്ടൽ നടത്തുന്ന അയാളുടെ സ്റ്റാഫുകാരനെ മർദ്ദിക്കുന്നത് നമ്മളുണ്ട്. എത്ര സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത് ദൈനംദിനം. അതുപോലെ കൊല്ലം ജില്ലയിൽ കണ്ട ഒരു പട്ടാളക്കാരനെ വെള്ളി DYFIക്കാരനാണ്, അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം സംഭവം ദൈനംദിനമാണ്. പിന്നെ നേമം ഷജീർ എന്ന് പറഞ്ഞ ആ യൂത്ത് കോൺഗ്രസ്സുകാരനെ അവനെ അതിക്രൂരമായി മരിച്ച് അവൻ്റെ കിഡ്നിക്കൊക്കെ പ്രശ്നമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും അത് പോലീസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കുറ്റം തെളിയിക്കേണ്ട ഒരു ആവശ്യം പോലീസിലില്ല. തെളിഞ്ഞില്ലെന്നേ ഇരിക്കുള്ളൂ. ഞാൻ അത് പലപ്പോഴും പറയും. ഞാൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ ഈ പല സബ് ഇൻസ്പെക്ടർമാർ ഇപ്പോൾ അവരെല്ലാം SP മാരായിട്ടൊക്കെ റിട്ടയർ ചെയ്തവരുണ്ട്, IPS കിട്ടിയവരുണ്ട്. അവരൊക്കെ ഞാൻ ലോ ഇൻസ്ട്രക്ടറായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ട് 3-4 വർഷം, അല്ലാതെ അൺഒഫീഷ്യലായിട്ട് ക്ലാസ് എടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള മനുഷ്യരെ നമ്മൾ മനുഷ്യരായിട്ട് തന്നെ കാണണം. ഒരു ചീത്തവാക്ക് പോലും ചീത്തവാക്ക് ചില മാന്യന്മാർ വന്ന് തർക്കോത്തരം കാണിക്കുമ്പോൾ ഒരു ചീത്തവാക്ക് പറയുന്നത് നല്ലതാണെന്ന് ഒരെണ്ണം പറഞ്ഞ് അവൻ അതോടെ അടങ്ങിക്കോളും. കാരണം പോലീസിന്റെ ഭാഗത്ത് പക്ഷേ നമ്മളല്ല പോലീസ് സ്റ്റേഷൻ വരുന്നവർ ഉപദേശം നൽകുന്ന ആള് മാത്രമല്ല, ശിക്ഷിക്കേണ്ടവരെ ചെറുതായി ശിക്ഷിച്ചാലേ ചില കുറ്റങ്ങൾ തെളിയിക്കുകയുള്ളൂ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങ് പറഞ്ഞ വാക്ക് വളരെ പ്രധാനമാണ്. മനുഷ്യനാണെന്ന് കണ്ടു വേണം ഉപദ്രവിക്കാൻ. ആ വാക്കാണ് അതിലേറ്റവും പ്രധാനം.